ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ലെബനൻ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ വൈദ്യുതി ഊർജ്ജ ആവശ്യകത നിറവേറ്റാൻ സാധിച്ചതായി കേന്ദ്ര സർക്കാർ. ഭരണഘടനയുടെ സിന്ധി ഭാഷയിലുള്ള പതിപ്പ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 78.27% പോളിംഗ്. അസമിലും പുതുച്ചേരിയിലും രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഉയർന്ന പോളിംഗ്. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. മൗറീഷ്യസിൽ നടക്കുന്ന 9ാമത് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിൽ വിവിധ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആശ്വാസമായി ചിലയിടങ്ങളിൽ വേനൽ മഴയെത്തി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സ്പോർട്ടിംഗ് ഡൽഹിക്ക് ജയം. IPLൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലെബനൻ സംഘർഷത്തിൽ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാകുന്നതിൽ ആശങ്കയുണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എംബസി എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അന്തർമന്ത്രാലയ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിയമങ്ങളെയും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ വൈദ്യുതിയുടെയും ഊർജ്ജത്തിന്റെയും പരമാവധി ആവശ്യകത നിറവേറ്റാൻ സാധിച്ചതായി കേന്ദ്ര സർക്കാർ. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കവെ ഊർജ്ജ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി പീയൂഷ് സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ എല്ലാ താപനിലയങ്ങളും ആവശ്യത്തിന് കൽക്കരി ശേഖരത്തോടെ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസത്തിനുള്ളിൽ 22,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷി കൂടി അധികമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Because of our strong coordination with Ministry of Coal and Indian Railways, we are able to maintain a very good stock in all our thermal power plants. Currently, the stock is around 55 million tons, which is sufficient for the next 19 days. And the supplies are very robust and continuous. In addition to that, in next 3 months, we have targeted some capacities to be added. Around 22,000 megawatt capacity we are planning to add. With the addition of these capacities, our availability will also go up. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 78.27% പോളിംഗ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 76 വോട്ടിംഗ് ശതമാനം. കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ്. കേരളത്തിന് പുറമെ ഇന്നലെ വോട്ടെടുപ്പ് നടന്ന അസമിലും പുതുച്ചേരിയിലും എക്കാലത്തെയും ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അസമിൽ 85.91%, പുതുച്ചേരിയിൽ 89.87% പോളിംഗ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർ പങ്കാളിത്തം രേഖപ്പെടുത്തിയത്. അടുത്ത മാസം 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടെടുപ്പ് പൂർത്തിയായെങ്കിലും മാതൃകാ പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ തുടരും. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. 1ാം ഘട്ട തിരഞ്ഞെടുപ്പിനായുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നലെയായിരുന്നു. ഈ മാസം 23, 29 തീയതികളിലാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഭരണഘടനയുടെ സിന്ധി ഭാഷയിലുള്ള പതിപ്പ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായാണ് ദേവനാഗരി ലിപിയിൽ ഭരണഘടനയുടെ സിന്ധി പതിപ്പ് പുറത്തിറക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പൌരന്മാർക്ക് ഭരണഘടന സ്വന്തം ഭാഷയിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുമ്പോൾ ഭരണവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മൗറീഷ്യസിൽ നടക്കുന്ന 9ാമത് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിലെ വിവിധ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോഖൂലുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദവും പങ്കാളിത്തവും കൂടുതൽ ശക്തമാക്കാനുള്ള പ്രതിബദ്ധത സംഭാഷണത്തിൽ പ്രതിഫലിച്ചതായി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മുൻ മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ്, സീഷെൽസ് വിദേശകാര്യമന്ത്രി ബാരി ഫോർ, ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി DN ധുംഗേൽ എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നിർമ്മാണ മേഖല അതിവേഗം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മാറ്റങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ നടന്ന 17ാമത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കൌൺസിൽ വിശ്വകർമ്മ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും അതേസമയം നിർമ്മാണ ചെലവ് കുറയ്ക്കാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വിശ്വസ്ത ഊർജ്ജ പങ്കാളിയായി ഖത്തർ തുടരുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഖത്തർ ഊർജ്ജ സഹമന്ത്രിയും ഖത്തർ എനർജി സിഇഒയുമായ സാദ് ഷെരീദ് അൽ കാബിയുമായി ദോഹയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും എത്രയും വേഗം തിരിച്ചുവരുമെന്ന് ഇരുപക്ഷവും പ്രത്യാശ പ്രകടിപ്പിച്ചു. US ഇറാൻ വെടിനിർത്തലിനെ ഇന്ത്യയും ഖത്തറും സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങൾ ഇരുവരും സംസാരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേഖലയിലെ സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ പൌരന്മാരുടെ കുടുംബങ്ങൾക്ക് മൊട്ടേഗി അനുശോചനം രേഖപ്പെടുത്തി. ഇതിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഹോമിയോപ്പതി കേവലമൊരു ബദൽ ചികിത്സാരീതിയല്ല, മറിച്ച് കാരുണ്യത്തിലും തെളിവുകളിലും അധിഷ്ഠിതമായ ശാസ്ത്രമാണെന്ന് ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ലോക ഹോമിയോപ്പതി ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹോമിയോപ്പതി ചികിത്സയോടുള്ള ജനങ്ങളുടെ താൽപര്യം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞ പ്രതാപ് റാവു ജീവിതത്തിൽ ശാസ്ത്രീയ സമീപനം പിന്തുടരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. वर्ल्ड हेल्थ ऑर्गेनाइजेशन के सस्टेनेबल डेवलपमेंट गोल 3 का उद्देश्य 2030 तक सभी आयु वर्गों के लिए स्वस्थ जीवन सुनिश्चित करना और कल्याण को बढ़ावा देना. इस संदर्भ में होम्योपैथी फॉर सस्टेनेबल हेल्थ विषय अत्यंत प्रासंगिक और सार्थक प्रतीत होता है. होम्योपैथी भारत के स्वास्थ्य मॉडल में एक सतत स्वास्थ्य प्रणाली के रूप में स्थापित हो रही है. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്നതാണ് ഈ വർഷത്തെ ഹോമിയോപ്പതി ദിനപ്രമേയം. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജി സമർപ്പിച്ചു. വസതിയിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കറൻസി നോട്ടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹം ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടുകയായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 14 ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കത്തി നശിച്ച നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജസ്റ്റിസ് വർമ്മയെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരുന്നു. ഉത്തർപ്രദേശിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായതോടെ ഉത്തർപ്രദേശിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ 84 ലക്ഷത്തിലധികം പേരുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 13,39 ലക്ഷമായി ഉയർന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശനിയാഴ്ച പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയും പകൽ താപനില ഉയരും. അതേസമയം വേനൽ ചൂടിന് ആശ്വാസമായി വൈകുന്നേരം ചിലയിടങ്ങളിൽ മഴയെത്തി. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി എതിരില്ലാത്ത 3 ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപ്പിച്ചു. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ ഗോവ ഒഡീഷയെ നേരിടുന്നു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം മഴ കാരണം ടോസ് വൈകുന്നു. ഗുവാഹത്തിയിലാണ് മത്സരം. മംഗോളിയയിൽ നടന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല പ്രകടനവുമായി ഇന്ത്യ. 5 സ്വർണം, 3 വെള്ളി, 8 വെങ്കലം എന്നിങ്ങനെ 16 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI, നിരോധിത സംഘടനയായ ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ എന്നിവയുടെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഭീകര ചാര ശൃംഖലയെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ തകർത്തു. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നായി 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തന്ത്രപ്രധാന സുരക്ഷാ കേന്ദ്രങ്ങൾക്ക് സമീപം ഇവർ സ്ഥാപിച്ച CCTV ക്യാമറകൾ പിടിച്ചെടുത്തതായി സ്പെഷ്യൽ സെൽ അഡീഷണൽ പോലീസ് കമ്മീഷണർ പ്രമോദ് സിംഗ് കുശ്വാഹ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലബനൻ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ വൈദ്യുതി ഊർജ്ജ ആവശ്യകത നിറവേറ്റാൻ സാധിച്ചതായി കേന്ദ്ര സർക്കാർ. ഭരണഘടനയുടെ സിന്ധി ഭാഷയിലുള്ള പതിപ്പ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 78.27% പോളിംഗ്. അസമിലും പുതുച്ചേരിയിലും രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഉയർന്ന പോളിംഗ്. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. മൗറീഷ്യസിൽ നടക്കുന്ന 9ാമത് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിൽ വിവിധ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരളത്തിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആശ്വാസമായി ചിലയിടങ്ങളിൽ വേനൽ മഴയെത്തി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സ്പോർട്ടിംഗ് ഡൽഹിക്ക് ജയം. IPLൽ രാജസ്ഥാൻ ബംഗളൂരു മത്സരം മഴ കാരണം ടോസ് വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.